blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. പുതിയ ഒരു ബ്ലെസ്സിങ് ടുഡേ വീക്കിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ കേട്ട ആ സന്ദേശ പരമ്പര ഇന്നും തുടരും. നിങ്ങളുടെ ലൈഫിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്താവുന്ന പലതും ഈ ആഴ്ചയിലെ എപ്പിസോഡുകളിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് ഇന്നത്തെ സ്പോൺസേഴ്സിനായി ആദ്യമേ പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ചേർന്ന് ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന റിജോ കുര്യൻ ബാബുവിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ബർത്ത്ഡേ ബ്ലെസ്സിങ്സും തൻ്റെ മേൽ വന്നു ചേരട്ടെ. പുതിയ നല്ല ഒരു ജോലി കർത്താവെ തനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇളയ മകൻ റിറ്റോയ്ക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് തൻ്റെ വിദ്യാഭ്യാസത്തെ ഏറ്റവും അനുഗ്രഹിക്കണമേ. മുഴു കുടുംബത്തെയും കർത്താവെ സകല നന്മകളാലും അനുഗ്രഹങ്ങളാലും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ റിജോ, ആൻഡ് താങ്ക് യു സോ മച്ച് TK ബാബു ഫോർ സ്പോൺസറിങ് ടുഡേയ്സ് എപ്പിസോഡ്. ഗോഡ് ബ്ലെസ് യു. അടുത്ത സ്പോൺസർക്ക് വേണ്ടി നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. ഒരു തോമസ് ആൻഡ് ഫാമിലി ഫ്രം കാലിഫോർണിയ. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഈ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. തന്നെയും തൻ്റെ വൈഫ് സീമയെയും കർത്താവ് ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവെ, സമ്പൂർണമായ സൗഖ്യം കർത്താവെ ഇരുവർക്കും അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടാതെ കർത്താവെ, ക്യാൻസർ പേഷ്യൻസിനുള്ള ഒരു ഹീലിംഗ് സെൻറ്റർ കേരളത്തിൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നല്ലോ. അതിനാവശ്യമുള്ള സകലവും കർത്താവ് കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തക്കതായ ഒരു ജീവിത പങ്കാളിയെ അങ്ങ് കൊടുക്കുമാറാകണമേ. കൂടാതെ ദൈവമേ, ഒരു ഗ്രാൻഡ് ചൈൽഡ് ഉണ്ടാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. തിരുനാമത്തിൽ ഈ കുടുംബത്തെ എല്ലാ നിലകളിലും അങ്ങ് അനുഗ്രഹിക്കുന്നതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു തോമസ് ആൻഡ് ഫാമിലി ഫോർ സ്പോൺസറിങ് ടുഡേയ്സ് എപ്പിസോഡ്. കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ആരംഭിച്ച സന്ദേശ പരമ്പരയാണ് ഹാൻഡ്ലിംഗ് ഡെറ്റ്സ്. കടബാധ്യതകളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്. ഇന്ന് പ്രത്യേകിച്ച് അതിൻ്റെ പ്രധാനമായ സന്ദേശത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. ഇന്നും നാളെയും മറ്റന്നാളും ഇത് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. ഹൗ ടു കം ഔട്ട് ഓഫ് ഡെറ്റ്സ്. ഡെറ്റ് ക്യാൻസലേഷൻ സംഭവിക്കുന്നത് നാച്ചുറലായിട്ടുള്ള രീതിയിൽ സംഭവിക്കാം, സൂപ്പർ നാച്ചുറലായിട്ടുള്ള രീതിയിൽ സംഭവിക്കാം. എങ്ങനെയാണ് അത് സ്വായത്തമാക്കാൻ കഴിയുന്നത്? തുടർന്നുള്ള ഈ സന്ദേശം ശ്രദ്ധിക്കുക. Debt cancellation happens in two ways. കടഭാരങ്ങൾ റദ്ദാക്കപ്പെടുന്നത് രണ്ട് വിധത്തിലൂടെയാണ്. In other words, you can come out of your debts in two ways. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ കടത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു വരുന്നത് രണ്ട് വിധത്തിലാണ്. In the natural way and in the supernatural way. ഒന്നുകിൽ സ്വാഭാവികമായിട്ടുള്ള വിധത്തിൽ, അല്ലെങ്കിൽ അമാനുഷികമായ അസ്വാഭാവികമായ വിധത്തിൽ. In the Bible, ബൈബിളിൽ we can read about supernatural debt cancellation. കടങ്ങൾ അസ്വാഭാവികമായ വിധത്തിൽ മാറിപ്പോയത്, റദ്ദാക്കപ്പെട്ടത് നാം ബൈബിളിൽ വായിച്ചിട്ടുണ്ട്. I gave you many times this example. One prophet's wife, a widow, they were in debts and the prophet came and instructed something. They had the
supply of oil in their home, and they were soon out of their debts in a miraculous way. ഞാൻ പല പ്രാവശ്യം നിങ്ങളോട് പ്രസംഗിച്ചിട്ടുണ്ട്. പഴയ നിയമത്തിൽ ഒരു പ്രവാചക ശിഷ്യന്റെ വിധവ, അവൾ വളരെ കടത്തിലായിരുന്നു. എന്നാൽ അവർക്കുണ്ടായിരുന്ന വെറും പാത്രങ്ങളെല്ലാം വാങ്ങിച്ചു. കയ്യിലുണ്ടായിരുന്ന കൊച്ചു എണ്ണ, കുറച്ചെണ്ണ പകർന്നു, പാത്രങ്ങളിൽ എണ്ണ നിറഞ്ഞു. ആ എണ്ണ വിറ്റ് കടങ്ങൾ വീട്ടി കടത്തിൽ നിന്ന് പുറത്തു വന്ന കാര്യം ഞാൻ പലവട്ടം പ്രസംഗിച്ചിട്ടുണ്ട്. That God is still alive. ആ ദൈവം ഇന്നും ജീവിച്ചിരിക്കുന്നു. That God is still moving. ആ ദൈവം ഇന്നും നമ്മുടെ നടുവിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നു. A few weeks back we had a blessing festival, and this lady came to the stage and testified. ചില ആഴ്ചകൾക്ക് മുൻപ് നമുക്കൊരു ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു. അവിടെ ഒരു സ്ത്രീ സ്റ്റേജിലേക്ക് കടന്നു വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു. She was in debts and she had taken a huge loan from a bank, and the police officers and all came to capture her house, and she started calling our blessing today prayer line. അവിടെ സംഭവിച്ചത്, ആ സ്ത്രീക്ക് വലിയൊരു കടമുണ്ടായിരുന്നു. കടത്തിന്റെ വലിയ പ്രശ്നത്തിൽ പോലീസുകാർ തന്റെ വീട്ടിലേക്ക് വന്നു. ആ സമയത്ത് അവർ നമ്മുടെ ബ്ലെസ്സിംഗ് ടുഡേയുടെ പ്രെയർ കോൾ സെന്ററിലേക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചു. And you know what happened? എന്താ സംഭവിച്ചെന്ന് നിങ്ങൾക്കറിയാമോ? When she went to the bank the next time, അടുത്ത പ്രാവശ്യം അവളുടെ ബാങ്കിൽ അവൾ ചെന്നപ്പോൾ the bank officer said all your debts are cancelled. ബാങ്ക് ഓഫീസർ പറഞ്ഞു, നിങ്ങളുടെ എല്ലാ കടങ്ങളും തള്ളിയിരിക്കുന്നു. Because the bank had a board meeting and they decided that so many people should be cancelled, their debt should be cancelled. ആ കാരണം ബാങ്കിന് ഒരു ബോർഡ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ ബോർഡ് മീറ്റിംഗിൽ ചില ആളുകളുടെ ഒക്കെ കടങ്ങൾ എഴുതി തള്ളാൻ അവർ തീരുമാനമെടുത്തു. ആ കൂട്ടത്തിൽ ഈ സ്ത്രീയുടെ കടവും എഴുതി തള്ളി. In a supernatural way, all her debts were cancelled. മാനുഷികമായി ചിന്തിക്കുമ്പോൾ അസ്വാഭാവികമായ വിധത്തിൽ അവളുടെ കടങ്ങളെല്ലാം എഴുതി തള്ളി. That is the supernatural way of debt cancellation. ഇത് കടങ്ങൾ എഴുതി തള്ളുന്നതിൽ, റദ്ദാക്കപ്പെടുന്നതിലെ അസ്വാഭാവികമായിട്ടുള്ള ഒരു മാർഗമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. In our meetings we have heard such testimonies many times. നമ്മുടെ മീറ്റിംഗുകളിൽ ഇത്തരം ദൈവം അത്ഭുതം ചെയ്ത സാക്ഷ്യങ്ങൾ നമ്മൾ പലവട്ടം കേട്ടിട്ടുണ്ട്. Hallelujah. Hallelujah. So it can happen with you too. ഇത് നിങ്ങൾക്കും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. And I will be more happy. അങ്ങനെ സംഭവിച്ചാൽ ഞാനായിരിക്കും ഏറ്റവും അധികം സന്തോഷിക്കുന്നത്. But sometimes if it is not happening, എന്നാൽ ചില സമയങ്ങളിൽ ഇത് നടക്കുന്നില്ലെങ്കിലോ, there is a natural way of walking out of your debts. എന്നാൽ ഈ കടത്തിൽ നിന്ന് പുറത്തു വരാൻ സ്വാഭാവികമായ ചില മാർഗങ്ങൾ ദൈവം നമ്മുടെ മുൻപിൽ വെച്ചിട്ടുണ്ട്. Hallelujah. Hallelujah. But for that you have to apply a spiritual action plan. എന്നാൽ അതിനു വേണ്ടിയിട്ട് ചില ആത്മീകമായിട്ടുള്ള ചില പദ്ധതികൾക്ക് നിങ്ങൾ രൂപം കൊടുക്കണം. Can I give you that action plan? ആ ആക്ഷൻ പ്ലാൻ, ആ സ്വാഭാവികമായ പദ്ധതികൾ, ആ പ്രവർത്തന പദ്ധതികൾ ഞാൻ പറയട്ടെ. Are you ready? നിങ്ങൾ തയ്യാറാണോ? Step number 1 is proclaim the lordship and ownership of Jesus over your finances. നിങ്ങളുടെ ആക്ഷൻ പ്ലാൻ, നിങ്ങളുടെ പ്രവർത്തന പദ്ധതിയിലെ ഒന്നാമത്തെ കാര്യമാണ് നിങ്ങളുടെ സാമ്പത്തിക മേഖലയുടെ മുകളിൽ യേശുവിന്റെ കർത്തൃത്വത്തെയും യേശുവിന്റെ ഉടമസ്ഥ അവകാശത്തെയും നിങ്ങൾ പ്രഖ്യാപിക്കണം. That is step number 1. ഒന്നാമത്തെ സ്റ്റെപ്പാണ്, പടിയാണ് ഞാൻ പറഞ്ഞത്. I know that all of you sitting here, I believe you have received Jesus as your Lord and Savior. എനിക്കറിയാം ഇവിടെ ഇരിക്കുന്ന എല്ലാ ബ്ലെസ്സിംഗ് സെന്ററിലും ഇരിക്കുന്നവർ നിങ്ങൾ ഇപ്പോൾ തന്നെ യേശു നിങ്ങളുടെ രക്ഷകനായി, നിങ്ങളുടെ കർത്താവായി, ഉടമസ്ഥ അവകാശം യേശുവിന് കൊടുത്ത് നിങ്ങൾ അംഗീകരിക്കപ്പെട്ടവരാണ്. That means your spirit belongs to the Lord. കാരണം അതിന്റെ അർത്ഥം നിങ്ങളുടെ ആത്മാവ് കർത്താവിന്റേതാണെന്നാണ്. Hallelujah. എത്ര പേർ അങ്ങനെയുള്ളവർ ഒരു ഹാലലുയ പറയൂ? But at the same time, അപ്പോൾ തന്നെ you should separately and willfully and deliberately proclaim the lordship of Jesus over your finances. ഇതെല്ലാം നമ്മുടെ ആത്മാവിന്റെ കാര്യത്തിൽ മാത്രം പോരാ, പ്രത്യേകമായിട്ട് നിർബന്ധപൂർവം മനഃപൂർവമായി തന്നെ നമ്മുടെ സാമ്പത്തിക മേഖലയുടെ മേലും യേശുവിന്റെ കർത്തൃത്വത്തെ നാം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കണം. Hallelujah. Hallelujah. Not just believing is not enough. അതുകൊണ്ട് കർത്താവിലുള്ള വിശ്വാസം മാത്രം പോരാ. You should verbalize it. നിങ്ങൾക്ക് അകത്ത് വിശ്വാസം ഉണ്ടായാൽ മാത്രം പോരാ. എന്റെ സാമ്പത്തിക കാര്യത്തിൽ കർത്താവ് ഉണ്ടെന്നുള്ള വിശ്വാസം മാത്രം പോരാ, നിങ്ങൾ വായ കൊണ്ട് തുറന്നത് പറയണം. Hallelujah. Hallelujah.
In other words, you should say, Lord Jesus, you are the owner or you are the master of all my finances. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടത്. കൈകൾ ഉയർത്തിയിട്ടൊന്ന് പറയാമോ? യേശു കർത്താവേ, പറഞ്ഞാലോ, എന്റെ സമ്പത്തിന്റെ മേൽ അധികാരവും ഉടമസ്ഥാവകാശവും അങ്ങേക്കുള്ളതാണ്. ഇതുപോലെ പറയണം. You should say it every day. എല്ലാ ദിവസവും നിങ്ങൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കണം. Hallelujah. Hallelujah. When you proclaim the lordship of Jesus over your finances, he will start moving on your finances. നിങ്ങൾ ഇതിങ്ങനെ പ്രഖ്യാപിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിൽ കർത്താവ് ചലിക്കാൻ തുടങ്ങും. John 8:36 says, if the Son sets you free, you will be free indeed. യോഹന്നാന്റെ സുവിശേഷം 8:38 പറയുന്നു, പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രന്മാരാകുന്നു. Hallelujah. Secondly, the second step is, even in your debts, even when you have struggles in your finances, you should learn to give to the Lord. രണ്ടാമത്തെ ആക്ഷൻ പ്ലാനിൽ രണ്ടാമത്തെ പടിയാണ്, നിങ്ങൾ സാമ്പത്തികമായി ഞെരുക്കം അനുഭവിക്കുമ്പോൾ തന്നെയും കർത്താവിന് കൊടുക്കുവാനുള്ളത് കൊടുത്തുകൊണ്ടിരിക്കണം. That's what the Macedonian churches did. ഇതാണ് മാസിഡോണിയയിലെ സഭ ചെയ്ത കാര്യം, മക്കദോനിയയിലെ സഭ ചെയ്ത കാര്യം. They were in extreme poverty, but they started giving to the Lord. അവർക്ക് കഷ്ടതയുടെ കഠിന ദാരിദ്ര്യത്തിൽ അവരായിരുന്നിട്ടും കൊടുക്കുന്ന കാര്യത്തിൽ അവർ ഉത്തമന്മാരായിരുന്നു. Hallelujah. ഹല്ലേലൂയ. In the same way, by faith we should give to the Lord. മാസിഡോണിയക്കാരെ പോലെ വിശ്വാസത്താൽ നാം കർത്താവിനായി കൊടുക്കുന്നവരായി തീരണം. Proverbs chapter 3, സദൃശവാക്യം 3-ാം അധ്യായം verses 9 and 10. അതിന്റെ 9-10 വചനങ്ങളിൽ, Honor the Lord with your wealth, with the first fruits of all your crops. Then your barns will be filled to overflowing, and your vats will bring over with new wine. യഹോവയെ നിന്റെ സമ്പത്ത് കൊണ്ടും സകല ഉൽപ്പന്നങ്ങളുടെയും ആദ്യ ഫലം കൊണ്ടും ബഹുമാനിക്കുക. അപ്പോൾ നിന്റെ കളപ്പുരകൾ നിറഞ്ഞു കവിയും, നിന്റെ നീർത്തൊട്ടികളിൽ പുതുവീഞ്ഞ് കവിഞ്ഞൊഴുകും. Hallelujah. Hallelujah. There is a wonderful promise in it. ഇതിനകത്തൊരു വളരെ മനോഹരമായ ചില വാഗ്ദാനങ്ങളുണ്ട്. We have learned how to honor the Lord with your mouth. എങ്ങനെയാണ് ദൈവത്തെ ബഹുമാനിക്കേണ്ടത്, അധരം കൊണ്ട് ബഹുമാനിക്കേണ്ടത് എന്ന് നാം പഠിച്ചിട്ടുണ്ട്. And we praise the Lord, we thank the Lord. ദൈവത്തെ ബഹുമാനിക്കാൻ വേണ്ടിയിട്ടാണ് നാം ശബ്ദമുയർത്തി കർത്താവിനെ സ്തുതിക്കുന്നത്, നന്ദി കരയേറ്റുന്നത്. But this verse says, honor the Lord with your wealth, what you have. എന്നാൽ ഇവിടെ ഈ വചനം പറയുന്നത് നിങ്ങളുടെ സമ്പത്ത് കൊണ്ട് ദൈവത്തെ ബഹുമാനിക്കുക. Hallelujah. Hallelujah. When you start honoring the Lord with what you have, he will start honoring you back with what he has. അതുകൊണ്ട് നിങ്ങൾക്കുള്ളത് കൊണ്ട് നിങ്ങൾ കർത്താവിനെ ബഹുമാനിക്കാൻ തുടങ്ങുമ്പോൾ കർത്താവിനുള്ളത് കൊണ്ട് നിങ്ങളെ കർത്താവ് ബഹുമാനിക്കാൻ തുടങ്ങും. And you know something, he has a lot. നിങ്ങൾക്കറിയാം കർത്താവിന് ഒത്തിരി ഉണ്ട്. Hallelujah. Hallelujah. Meaning he will start showering blessings upon blessings on you. അതിന്റെ അർത്ഥം ഇതാണ്, കർത്താവിനെ നാം ബഹുമാനിക്കുമ്പോൾ അനുഗ്രഹങ്ങളുടെ മേൽ അനുഗ്രഹത്തിന്റെ മാരി ചൊരിഞ്ഞ് അവൻ നമ്മെ അനുഗ്രഹിക്കും, മാനിക്കും. Hallelujah. ചേർന്നൊരു വലിയ ഹല്ലേലൂയ പറയാമോ? Now everything that we give to the Lord, his ministry, his work is like sowing a seed. നിങ്ങൾക്കറിയാം, നിങ്ങൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി, കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കറിയാമോ, നിങ്ങൾ അവന്റെ വയലിൽ ഒരു വിത്ത് വിതയ്ക്കുകയാണ്. Hallelujah. Hallelujah. After sowing the seed, usually we water it and fertilize it. സാധാരണ രീതിയിൽ ഒരു വിത്ത് ഇട്ട് കഴിഞ്ഞാൽ നാം സാധാരണ അതിന് വളമിട്ട് കൊടുക്കാറുണ്ട്. In the same way, when we pray, we are fertilizing it, we are watering it. അതുകൊണ്ട് കർത്താവിന് വേണ്ടി കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നാം പ്രാർത്ഥിക്കുമ്പോൾ നാം അതിന് വെള്ളമൊഴിച്ചു കൊടുക്കുകയാണ്, നാം അതിന് വളമിട്ട് കൊടുക്കുകയാണ്. Then we should believe and we should offer thanksgiving to the Lord. അതിനുശേഷം നാം വിശ്വസിക്കുകയും നാം കർത്താവിന് മുൻകൂറായി നന്ദി കരേറ്റുകയും വേണം. And we should proclaim our faith. അതുമാത്രമല്ല നമ്മുടെ വിശ്വാസത്തെ നമ്മുടെ വായ കൊണ്ട് തന്നെ നാം പ്രഖ്യാപിക്കുകയും വേണം. That will bring in the harvest. അത് നിങ്ങൾ ഇട്ട
വിത്തിന്റെ മേൽ ഒരു വലിയ കൊയ്ത്തിനെ കൊണ്ടുവരും. Hallelujah. എത്ര പേർ ചേർന്ന് ഒരു ഹല്ലേലൂയ പറയാം? Now, step number 3 is develop a very strong prayer life. ആക്ഷൻ പ്ലാനിന്റെ മൂന്നാമത്തെ പടിയാണ് ശക്തമായ ഒരു പ്രാർത്ഥനാ ജീവിതം ഉണ്ടാക്കിയെടുക്കുക. Philippians chapter 4 and verse number 6. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വചനം. Do not be anxious about anything, by prayer and petition with thanksgiving present your request to God. ഒന്നിനെ കുറിച്ചും വ്യാകുലപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തിന് സമർപ്പിക്കുക അത്രേ വേണ്ടത്. Hallelujah. ഹല്ലേലൂയ. Shout a bigger hallelujah. മനസ്സിലായവർ ചേർന്ന് കൈകൾ ഉയർത്തി ഒരു വലിയ ഹല്ലേലൂയ പറയാമോ? Usually when our finances drain, it will reflect on our face. സാധാരണ രീതിയിൽ നമ്മുടെ സാമ്പത്തിക കാര്യത്തിൽ ഇത്തിരി കുറവ് സംഭവിച്ചാൽ അത് നമ്മുടെ മുഖത്ത് പ്രകടമാകും. If you are in debts, if you have financial struggles, you will have a very long face. നിങ്ങൾക്ക് ഒരു സാമ്പത്തികമായ ഞെരുക്കമുണ്ടെങ്കിൽ, ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മുഖം കൂർത്തിരിക്കും. Last week in the annual ministers conference, I gave every minister 7 tablets. ഞാൻ കഴിഞ്ഞ ദിവസം നടന്ന നമ്മുടെ ശുശ്രൂഷകരുടെ വാർഷിക യോഗത്തിൽ അവർക്ക് 7 ഗുളികകൾ ഞാൻ കൊടുത്തിരുന്നു. 7 tablets. 7 ഗുളികകൾ ഞാൻ കൊടുത്തിരുന്നു. And I asked all ministers to have 1 tablet each before food and after food. ഇതിനകത്ത് ഓരോ ശുശ്രൂഷകരും ആഹാരത്തിന് മുൻപും ആഹാരത്തിന് ശേഷവും ഓരോ ഗുളിക വീതം തിന്നണമെന്ന് ഞാൻ പറഞ്ഞു. And I believe you have this tablet still with you. ആ ഗുളികകളെല്ലാം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. Now, if you are in debts and when you are depressed, when you have doubts, when you have unbelief, when you have troubles in your heart, I am going to give you another tablet. നിങ്ങൾ വളരെ ഞെരുങ്ങിയിരിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ വളരെ നിരാശപ്പെട്ടിരിക്കുമ്പോൾ അവിശ്വാസം നിങ്ങളുടെ അകത്ത് വരുമ്പോൾ വിശ്വാസമില്ല എന്ന് തോന്നിപ്പോകുമ്പോൾ പതറി നിൽക്കുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് മറ്റു ചില ടാബ്ലറ്റ് കൂടെ നൽകാം. Hallelujah. Hallelujah. That is this tablet, Philippians chapter 4 and verse number 6. Do not be anxious about anything, by prayer and petition with thanksgiving present your request to God. കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നു എന്നാൽ നിരാശപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും മുടങ്ങാതെ കഴിക്കേണ്ട ഗുളികയാണിത്. 6-ാമത്തെ വചനം, ഒന്നിനെ കുറിച്ചും വ്യാകുലപ്പെടരുത്, എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തിന് സമർപ്പിക്കുക അത്രേ വേണ്ടത്. I'm going to give you the natural action plan. ഇനിയിപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടുള്ള ചില ആക്ഷൻ പ്ലാനുകൾ, പ്രവർത്തന പദ്ധതികൾ ഞാൻ പറഞ്ഞു തരാൻ പോകുകയാണ്. Now, what is the spiritual action plan? എന്തൊക്കെയായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ ആത്മീക പ്രവർത്തന പദ്ധതികൾ? Proclaim the lordship of Jesus over the finances. യേശുവിന്റെ കർത്തൃത്വം നമ്മുടെ സാമ്പത്തിക മേഖലയിൽ എല്ലായ്പ്പോഴും നാം പ്രഖ്യാപിക്കണം. Number 2, give to the Lord even when you are in poverty. കടത്തിലായിരിക്കുമ്പോൾ പോലും കർത്താവിന് വേണ്ടി കൊടുക്കുന്നതിൽ ഒരു മുടക്കം വരുത്തരുത്. Number 3, develop a very strong prayer life. മൂന്നാമതായിട്ട് വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രാർത്ഥനാ ജീവിതത്തെ നാം കെട്ടിപ്പടുക്കണം. Through prayer line, through prayer cable, transfer all your burdens to the Lord. അങ്ങനെ പ്രാർത്ഥനയിലൂടെ, പ്രാർത്ഥന ലൈനിലൂടെ, പ്രാർത്ഥന കേബിളിലൂടെ എല്ലായ്പ്പോഴും നിങ്ങളുടെ പ്രയാസങ്ങൾ, നിങ്ങളുടെ ഭാരങ്ങൾ നിങ്ങൾ കർത്താവിന്റെ അടുക്കിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കണം. Hallelujah. എത്ര പേർക്ക് മനസ്സിലായ ഒരു ഹല്ലേലൂയ പറയാമോ? Now the natural action plan. ഇത്രയും കാര്യങ്ങൾ ദൈവികമായ വിധത്തിലുള്ളതാണെങ്കിൽ ഇനി സ്വാഭാവികമായ ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. Number 1. ഒന്നാമത്തേതായി, decide you will come out of borrowing habit. ഒരു കടം വാങ്ങുന്ന സ്വഭാവത്തിൽ നിന്ന് ഞാൻ പുറത്തു വരാൻ പോകുകയാണെന്ന് തീരുമാനിക്കണം. How many of you are ready for that? എത്ര പേർ അതിനകത്ത് തയ്യാറുണ്ട്? കടം വാങ്ങുന്ന കാര്യത്തിൽ നിന്ന് ഞാൻ പുറത്തു വരുമെന്ന് തീരുമാനിക്കണം. I told you, many people in many families, they are in the habit of borrowing. That has become their lifestyle or pattern. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഒത്തിരി ആളുകൾക്കും കടം വാങ്ങുക എന്നുള്ളത് അത് അവരുടെ ഒരു സ്വഭാവമായി, ഒരു ജീവിതചര്യയായി, അവരുടെ ഒരു ഹോബിയായി അവർ മാറ്റിയിരിക്കുകയാണ്. Decide to accommodate no new debts. പുതിയ ചില കടങ്ങൾ വരുത്തുകയില്ലെന്ന് തീരുമാനിക്കുക.
especially at high interest rates. പ്രത്യേകിച്ച് വളരെ ഉയർന്ന പലിശ നിരക്കിൽ കടമെടുക്കില്ലെന്ന് ഉറച്ച തീരുമാനമെടുക്കണം. Hello. See, when you have a need, the first thing in many families what they think is about blade company. സാധാരണ ഒരു ആവശ്യം വരുമ്പോൾ സാധാരണ ആളുകൾ ആദ്യം ചിന്തിക്കുന്നത് ബ്ലേഡ് കമ്പനിയാണ്. Decide today, I will never take any amount from blade companies, so called high interest or private finance companies. ഉയർന്ന പലിശ നിരക്കുകളുള്ള ഇത്തരം പ്രൈവറ്റ് കമ്പനികളിൽ നിന്ന്, ബ്ലേഡ് കമ്പനികളിൽ നിന്ന് പലിശയ്ക്ക് പണമെടുക്കില്ലെന്ന്, കടമെടുക്കില്ലെന്ന് ഉറച്ച തീരുമാനമെടുക്കണം. Whatever happens, I will not draw any amount from such people. എന്തൊക്കെ സംഭവിച്ചാലും ഇത്തരം കമ്പനികളിൽ പോയി പണമെടുക്കില്ലെന്ന് തീരുമാനിക്കണം. Proverbs 15 and verse number 16 says, സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 15-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വചനം പറയുകയാണ്, better a little with the fear of the Lord than great wealth with turmoil. ബഹുനിക്ഷേപവും അതോടുകൂടെ കഷ്ടതയും ഉള്ളതിനേക്കാൾ യഹോവാ ഭക്തിയോടുകൂടിയുള്ള അല്പധനം ഏറെ നല്ലത്. ഹല്ലേലൂയ. ഒത്തിരി കാശുണ്ട്, അല്ലെങ്കിൽ ഒത്തിരി അതും ഇതൊക്കെ ചെയ്യുന്നുണ്ട്, കുറേ ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട്, പക്ഷെ സമാധാനമില്ല. അതിനേക്കാൾ നല്ലതാണ് ദൈവഭക്തിയോടുകൂടെ ഉള്ളതുകൊണ്ട് ചമ്മന്തി ആയാലും കഞ്ഞി ആയാലും ഒരു മുളകും കഞ്ഞിയാണേലും സമാധാനം ഉണ്ടെങ്കിൽ അത് മതി. ആമേൻ. ബ്രദർ, ഈ സഹോദരിയുടെ പേര് റോസമ്മ ജോർജ് എന്നാണ്. തൻ്റെ മകൻ ബ്ലസ്സിന് കിട്ടിയ ഒരു സൗഖ്യത്തിൻ്റെ സാക്ഷ്യം പറയുന്നതിന് വേണ്ടിയാണ് ഈ സഹോദരി ഇന്ന് ഇവിടെ നിൽക്കുന്നത്. ഈ സഹോദരിയുടെ മകന് ബ്ലസ്സിന് 13 വർഷമായി മാനസികമായ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. കഴിഞ്ഞ സെപ്റ്റംബർ 20-ാം തീയതി നമ്മുടെ കൊല്ലത്ത് ഇവിടെ വെച്ച് നടന്ന ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ ഈ സഹോദരി വരികയും മോന് കൊണ്ടുവരികയും ചെയ്തിരുന്നു. അന്ന് സിസ്റ്റർ ക്ഷമയായിരുന്നു ഇവിടെ ശുശ്രൂഷിച്ചത്. സംഭവിച്ച കാര്യം ഇതാണ്, അന്ന് പ്രാർത്ഥിക്കുന്നതിനിടയിൽ ക്ഷമ സിസ്റ്റർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, മാനസിക രോഗമായി ഒരു സഹോദരി തൻ്റെ മകനെയും കൊണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ അവർക്ക് വേണ്ടി അമ്മ തന്നെ അവന്റെ തല കയ്യിൽ വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. മാനസികമായിട്ട് വളർച്ച പൂർണ്ണമായി പ്രാപിച്ചിട്ടില്ലാത്ത ഒരു ആൺ പൈതലുമായി ഇവിടെ നിൽക്കുന്ന ഒരു അമ്മ ഇവിടെ വന്നിട്ടുണ്ട്. യേശുവിന്റെ നാമത്തിൽ ആ മകന്റെ മേൽ ശക്തി ഇറങ്ങിയാണ്. ആ അമ്മ അവന്റെ തലയിലേക്ക് കൈയെടുത്ത് വെക്കുക. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ആ വ്യക്തി ഇപ്പോൾ സൗഖ്യമാകട്ടെ. സംഭവിച്ച കാര്യം ഇതാണ്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മകൻ ഇങ്ങനെ പറയുന്നേ, അവന്റെ തലയിൽ ഒരു വലിയ ചൂട് ആ സമയത്ത് ചൂട് അനുഭവപ്പെട്ടു. 13 വർഷമായി കഴിച്ചുകൊണ്ടിരുന്ന മരുന്ന് അതിനുശേഷം ഈ മകൻ കഴിച്ചിട്ടില്ലെന്നാ പറയുന്നത്. ബ്ലസ്സൻ ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. മരുന്ന്. എത്ര വയസ്സുണ്ട് ഇപ്പോൾ അദ്ദേഹത്തിന്? ഇപ്പൊ 26-ാമത്തെ വയസ്സാണ്. 26-ാമത്തെ വയസ്സാണ്. എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചു നിൽക്കുകയാണ്. ഇപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ മരുന്നേ ഇല്ല, പക്ഷെ കുഴപ്പമില്ല. കഴിഞ്ഞ ഏപ്രിൽ മാസത്തില് വയലന്റ് ആയിട്ട് എന്നെ വെട്ടിയും എന്റെ തലയിലൊക്കെ വെട്ടി നെർവൊക്കെ മുറിഞ്ഞു പോയിരുന്നു. ശേഷം 3 മാസം പേരൂർക്കട ഹോസ്പിറ്റൽ ചികിത്സയിലായിരുന്നു. അങ്ങനെ അവിടുന്ന് കൊണ്ടുവരാൻ ഭയപ്പെട്ടു. അങ്ങനെ ഞാൻ വിളിച്ച് പ്രാർത്ഥിച്ചു, ബ്ലെസ്സിങ്ങിലൂടെ പല പ്രാവശ്യം വിളിച്ച് പ്രാർത്ഥിപ്പിച്ച്. അങ്ങനെ ഈ ഫെസ്റ്റിവലിന് വിളിച്ചപ്പോൾ എന്റെ കൂടെ അന്ന് വന്നിരുന്നു. അന്നാണ് സിസ്റ്റർ വിളിച്ചു പറഞ്ഞത് ഇതുപോലെ സൗഖ്യമായിരിക്കുന്നു, മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല. ഇതുവരെ പിന്നെ മരുന്ന് കൊണ്ടില്ല, സൗഖ്യമായിരിക്കും. ബ്രദർ, ഒരു സാക്ഷ്യം കൂടിയുണ്ട്. മരുമകന് ഒരു വിക്സയ്ക്ക് ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. കുറെ മാസങ്ങളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അതിനുശേഷം ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ അന്നും അത് എഴുതി കൊടുത്തു പ്രാർത്ഥിച്ചു എന്നാ പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം അതെ ഇവിടെ കൊണ്ടുവന്ന് എഴുതി കൊടുത്തു പ്രാർത്ഥിച്ചു. അതിന്റെ വിസയുടെ പ്രോബ്ലം തീർന്നു, തനിക്ക് ജോലിയും കിട്ടി. 2 സാക്ഷ്യങ്ങൾ യേശു ചെയ്തു എന്നാ പറയുന്നത്. മകൾക്ക് ജോലിയും കിട്ടി, ഗൾഫിൽ തന്നെ മകൾക്കും ജോലി കിട്ടി, മകന് വിസ പുതുക്കിയും കിട്ടി. പ്രൈസ് ഗോഡ്. കർത്താവേ, അമ്മയ്ക്കായി നന്ദി. മക്കളുടെ ജീവിതത്തിലും ഒക്കെ കർത്താവ് പ്രവർത്തിച്ച എല്ലാ വിടുതലുകൾക്കുമായി ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു. ഇതുപോലെ പ്രയാസപ്പെടുന്ന ഭവനങ്ങളിൽ, പ്രത്യേകിച്ച് മാനസിക അസുഖത്തിന് ട്രീറ്റ്മെൻറ്റിലായിരിക്കുന്ന കുടുംബങ്ങളിൽ ഇപ്പോൾ തന്നെ ഒരു വലിയ രോഗസൗഖ്യം നടക്കട്ടെ. താങ്ക് യു ലോർഡ്. മറ്റ് രോഗങ്ങൾക്കും ഇപ്പോൾ സൗഖ്യമുണ്ടാകട്ടെ. ഇൻ ജീസസ് നെയിം, ആമേൻ.
ആഴ്ചയിലെ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകൾ നടക്കുന്നത് ഗ്രീൻവിൽ, സൗത്ത് കരോലിന, അതുപോലെ ന്യൂയോർക്ക്. ഗ്രീൻവില്ലിൽ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുമ്പോൾ അതിനടുത്തുള്ള സിറ്റികളിൽ നിന്നും സ്റ്റേറ്റുകളിൽ നിന്നും വരാവുന്നവരെല്ലാവരും വന്നു ചേർന്ന് അനുഗ്രഹം പ്രാപിക്കണം. വെള്ളി ശനി ദിവസങ്ങൾ അവിടെ നടക്കുമ്പോൾ ഞായറാഴ്ച ഒറ്റ മീറ്റിംഗ് മാത്രമേ നമുക്ക് ന്യൂയോർക്കിലുള്ളൂ. ന്യൂജേഴ്സിയിൽ നിന്നും, ബാൾട്ടിമോറിൽ നിന്നും, ഫിലഡൽഫിയയിൽ നിന്നും, വാഷിങ്ടൺ DC നിന്നൊക്കെ നിങ്ങൾക്ക് വന്നു ചേരാവുന്നവരെല്ലാം വന്ന് പങ്കെടുക്കണം. ഈ സമയത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സ്പോണ്ടിലൈറ്റിസ് സൗഖ്യമാകട്ടെ. കഴുത്തും കൈകളും താഴേക്കുള്ള വേദനയും നംനെസ്സും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. കാതുകൾക്കകത്തുനിന്ന് പഴുപ്പ് വരുന്ന ഒരു വ്യക്തിയെ യേശു കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. എല്ലാ ഇൻഫെക്ഷനുകളും സൗഖ്യമാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ശരീരത്തിൻ്റെ പല സ്ഥലങ്ങളിൽ സ്വെല്ലിംഗ് ഉള്ള, പല സ്ഥലങ്ങളിൽ നീര് കെട്ടിക്കിടക്കുന്ന, അതോടൊപ്പം ശ്വാസമുട്ടുമുള്ള ഒരു സഹോദരിയെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ ആ വേദനയും രോഗവും മാറിപ്പോകട്ടെ, നീര് വറ്റിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. കരളിൻ്റെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. വൃക്കകളുടെ രോഗങ്ങൾ, കിഡ്നി സ്റ്റോൺ ആകാം, കിഡ്നി ഫങ്ഷൻ ചെയ്യാത്തതാകാം, യേശു കർത്താവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ളവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ക്യാൻസറുകളും മാരക രോഗങ്ങളും മാറിപ്പോകട്ടെ. വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായി കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വന്തം ഭവനമില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. ജോലി ലഭിക്കേണ്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. വിവാഹം കഴിയേണ്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. ജോലിയിൽ അപ്പോയിൻമെൻറ്റ് ലഭിക്കേണ്ടതിന്, വീസ ലഭിക്കേണ്ടതിനുമായി പ്രാർത്ഥിക്കുന്നു. PR ലഭിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ആവശ്യങ്ങളെല്ലാം അറിഞ്ഞ് കർത്താവ് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. പാപങ്ങളെ വിട്ട് യേശുവിനെ സ്വീകരിച്ച് ജീവിക്കേണ്ടവർ അതിലേക്ക് തിരിയാനായി കർത്താവെ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ജനത്തെ അങ്ങ് അനുഗ്രഹിച്ചതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഇന്ന് കേട്ട സന്ദേശം നാളെ തുടരുന്നതാണ്. നാളത്തെ ബ്ലെസ്സിങ് ടുഡേ കാണാൻ മറക്കരുത്. നിങ്ങൾക്കറിയാവുന്ന എല്ലാവരോടും ഈ ബ്ലെസ്സിങ് ടുഡേ സന്ദേശങ്ങളെക്കുറിച്ച്, എപ്പിസോഡുകളെക്കുറിച്ച് പറയണം. ഗോഡ് ബ്ലെസ് യു. സീ യു ടുമോറോ. ഞങ്ങളുടെ അഡ്രസ് ബ്ലെസ്സിങ് ടുഡേ, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ഇടപ്പള്ളി PO, കേരള, ഇന്ത്യ 682024.